മദീനയിലെ ഏറ്റവും ദരിദ്രരായ ആളുകളുടെ പേര് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ റമദാനിൽ ഏറ്റവും അധികം ദാനധർമ്മം നൽകിയ ആളുകളുടെ പേര് പരിശോധിക്കുമ്പോൾ മദീനയിൽ ഒന്നാം സ്ഥാനത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്. ഇത് റമദാനിൻ്റെ പ്രത്യേകതയാണ്. റമദാനിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളിൽ മത്സരിക്കുമായിരുന്നു. നമ്മുടെ മുൻഗാമികളും അങ്ങനെ തന്നെയാണ്. കൊടിയ പട്ടിണിയിലും റമദാനിൽ അവർ സ്വതക്കക്ക് വേണ്ടി ഒരു വിഹിതം മാറ്റിവെച്ചു. പ്രിയമുള്ള വിശ്വാസികളെ, സുഹൃത്തുക്കളെ, റമദാനിലെ നമ്മുടെ സ്വതക്കകളിൽ നിങ്ങൾ ദാറുൽ അർഖമിനെ കൂടെ പരിഗണിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഒന്ന്, തെക്കൻ കേരളത്തിൽ നമുക്ക് ഇതുപോലെ ഒരു സ്ഥാപനമില്ല. മലബാറിൽ ഒരുപാട് ദീനീ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ തെക്കൻ കേരളത്തിൽ ശരിയായ രൂപത്തിൽ ദീനു പഠിപ്പിക്കാൻ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾ നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം നിലനിൽക്കണം. 200-ലധികം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം പ്രതിഫലം ഒരു ചെറിയ സ്വതക്ക കൊണ്ടെങ്കിലും നമ്മൾ ഈ സംവിധാനത്തെ സഹായിച്ചാൽ നമ്മളുടെ ഖബറിലേക്ക് നിലനിൽക്കുന്ന നന്മയായി ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാൽ മരണത്തിന് ശേഷവും നമ്മുടെ ഖബറിലേക്ക് എത്തും.